കാത്വേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള പ്രധാന കാരണം നിർധനനായിട്ടുള്ള ഒരു രക്ഷയുമില്ലാത്ത ആളുകൾക്ക് ഒരു നേരമെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാനുള്ള, അതേപോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താവും നമുക്കൊന്നും പ്രവചിക്കാനോ അത് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെയുള്ള ആളുകളെ, മരണത്തിന് കീഴടങ്ങിയ ആളുകളെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഈ ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ അതിമനോഹരമായിട്ട്, ജാതി മത വ്യത്യാസമില്ലാതെ അതിമനോഹരമായിട്ട് ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം. സുൽത്താൻ ബത്തേരി താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന WMO മുട്ടിലിൻ്റെ കീഴിൽ പൂക്കോയത്തങ്ങൾ റിലീഫ് സെൻ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നേരത്തെ കഞ്ഞി കുടിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് ഏകദേശം കുറച്ച് സമയമായി. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടു, ഷൂട്ട് ചെയ്തു, കുറേ അനുഭവങ്ങൾ കേട്ടു. നിർധനരായിട്ടിരിക്കുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും രാവിലെ മുതൽ കഞ്ഞിയും, ഡയാലിസിസ് രോഗികൾക്ക് പ്രത്യേക ഫുഡും തയ്യാറാക്കിയിട്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറേ വർഷങ്ങളായി. ചില വിപ്ലവങ്ങൾ മൗനമായിട്ടായിരിക്കും. മൗനമായിട്ട് വിപ്ലവം ചെയ്യുന്ന ഈ ഒരു ടീം, ഇവിടെ കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഒരു പ്രതിഫലവും പറ്റാണ്ട് രാവിലെ വരുന്നു. അവർക്ക് മറ്റുള്ള ജോലികളൊക്കെ ഉണ്ട്. അവർ രാവിലെ വരുന്നു, അവർ ഈ കർമ്മം കൂടി നിർവഹിച്ചതിന് ശേഷമാണ് അവരുടെ മറ്റുള്ള ജോലികളിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തിക്കാനുള്ളൊരു സ്ഥാപനം ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉദാര മനസ്ഥിതിയിലുള്ള ആളുകളുടെ കൈയഴിഞ്ഞ സഹായം, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാൻ പാടില്ല എന്നുള്ളൊരു തത്വം എല്ലാവരുടെയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർ ഒരു തരത്തിലുള്ള പബ്ലിസിറ്റിയോ മറ്റുള്ള ഒരു കാര്യവും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കോയക്കാൻ്റെയും സദ്ദാം ഖാൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് നമ്മളിന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിട്ടുള്ളത്. ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ഒരു 100-400 ആളുകൾക്ക് ദിവസവും ഭക്ഷണം, ബന്ദിൻ്റെ അന്നായാലും ഓണായാലും വിഷു ആയാലും എന്തായാലും റമദാൻ്റെ മാസങ്ങളിൽ പ്രത്യേകിച്ചും അടിപൊളി ഫുഡ് ഹൈജീനിക്കായിട്ട് ആളുകളുടെ മുന്നിലേക്ക് കൊടുക്കുക. കൂട്ടിരിപ്പുകാർ ഇവിടെ വന്ന് കഴിക്കുന്നു, രോഗികൾക്ക് അവിടേക്ക് പാർസൽ കൊടുത്തു വിടുന്നു. അതേപോലെ തന്നെ കുറച്ച് മുന്നേയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പാർസൽ മറ്റുള്ള ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പം പറയുന്നൊരു കാര്യം കേട്ടു. അതായത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ആളുകൾ, രോഗം മാറിയിട്ട് പോകുന്ന ആളുകൾ, അവരെ വീട്ടിൽ ചെന്നിട്ട് നെല്ലായിട്ടും അതുപോലെ വാഴക്കൊലയായിട്ടും ചേമ്പ്, ചേന എല്ലാ സാധനങ്ങളും തിരിച്ച് ഇവിടെ കൊണ്ടു കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ഈ സ്ഥാപനം ഇറങ്ങിച്ചെന്നു എന്നുള്ള, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാത്തപ്പം അവരിവിടെ വരികയും അവരുടെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുകയും ചെയ്തതിൻ്റെ ആ നന്ദി ഓരോരുത്തരും ഈ സമൂഹത്തിൽ നിന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗനമായ വിപ്ലവം. ആ വിപ്ലവത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദര സമുദായങ്ങൾക്ക് നമസ്കാരം. വയനാട് മുസ്ലിം ഓർഫനേജിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം കഴിഞ്ഞ 15 വർഷമായി നിലകൊള്ളുകയാണ്. വയനാട് മുസ്ലിം ഓർഫനേജ് സംബന്ധിച്ച് വയനാട്ടിലുടനീളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അരനൂറ്റാണ്ട് കാലത്തെ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നിലവിൽ വന്നത്. അതിന് കാരണക്കാരൻ ബഹുമാന്യനായ നമ്മളെല്ലാമായിരുന്ന മുഹമ്മദ് ജമാൽ സാഹിബിൻ്റെ നേതൃത്വം കൊണ്ടുണ്ടായി തീർന്നതാണ് എന്ന് പറയാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ്. വയനാട് മുസ്ലിം ഓർഫനേജിൻ്റെ 4 സ്ഥലങ്ങളിൽ മീനങ്ങാടി, മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ ഇതുപോലുള്ള റിലീഫ് സെൻ്ററുകൾ പ്രവർത്തിക്കുകയാണ്. ഇത് ബഹുമാന്യനോ ആയിരുന്ന മർഹൂം പൂക്കോയത്തങ്ങൾ അവരുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. 2010 ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട ജമാൽ കിങ്കുടി ഭക്ഷണം വിതരണം ചെയ്തു കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ഒരു മഹത്തായ പ്രസ്ഥാനമാണിത്. ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷമായി ദിവസവും രാവിലെ ഏകദേശം 400ഓളം രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും രാവിലത്തെ ഭക്ഷണവും
അതുപോലെ തന്നെ വൈകുന്നേരം ചപ്പാത്തി, കറി തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ ഒരു 10-40-50 ഡയാലിസിസ് രോഗികൾ നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയിൽ ഡെയിലി വന്ന് ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സംവിധാനവും എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ ഈ ആശുപത്രിയിലുള്ള എല്ലാവർക്കും നിരന്തരം എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ, 24 മണിക്കൂറും ചൂടുവെള്ളം, ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുകയാണ്. അതിനൊക്കെ പുറമെ ജനാസകൾ ഇവിടെ സംസ്കരിക്കുകയാണ്. അതായത് മുസ്ലിങ്ങളുടെ ജനാസകൾ സംസ്കരിക്കുന്നു. മറ്റു സമുദായങ്ങളിൽ ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരിലും സംസ്കാര കാര്യങ്ങൾ നടത്തി അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അത് കോവിഡ് കാലത്ത് വളരെയധികം പ്രസക്തി നേടിയ ഒരു സംഗതിയാണ്. കോവിഡ് കാലത്ത് ആരും അടുക്കാതിരുന്ന കാലത്ത് ഒരുപാട് ജനാസകൾ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ വരികയും അവരൊക്കെ സംസ്കരിച്ച് അവരെ വീട്ടിലെത്തിക്കുകയും ചെയ്ത ഒരു പുണ്യകർമ്മം. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ പല സുൽത്താൻ ബത്തേരിയിലുള്ള പല ഹോട്ടലുകളിലും മറ്റും ക്വാറന്റൈനിലിരുന്ന ആളുകൾക്ക് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം WMOയുടെ കീഴിൽ ഇവിടെ നടന്നു വരികയാണ്. ഇതൊന്നും ആദ്യമായിട്ടാണ് ഇത് പരസ്യമായിട്ടൊരു ഓപ്പൺ ഫോറത്തിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഇതിങ്ങനെ പരസ്യമാക്കുന്നത് ഒരുപക്ഷെ ബഹുമാന്യ ജമാൽക്കാക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളാരും ഇതിൽ നിന്നിട്ടില്ല. ഇവിടെ ഭക്ഷണം കഴിക്കുന്നവരൊരു ഫോട്ടോ എടുക്കാൻ പോലും ബഹുമാന്യ ജമാൽക്ക സമ്മതിച്ചിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ ഒക്കെ നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് ഞാനിതൊരു അഭിമുഖത്തിൽ അടിവരയിടുകയാണ്. വയനാട് മുസ്ലിം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള രോഗികൾക്കുള്ള ആശ്രയം, ഇവിടെ തന്നെ ഇപ്പോൾ രോഗികൾക്ക് ആംബുലൻസ് സൗകര്യം, മറ്റു മരുന്നിൻ്റെ സൗകര്യം, വസ്ത്രങ്ങളുടെ സൗകര്യം, ഇവ കാര്യങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശ്ലാഘനീയമായ രീതിയിൽ ഞങ്ങൾ ഈ പ്രവർത്തനം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്നിപ്പോൾ രാവിലെ ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ രോഗികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംവിധാനം പടച്ച തമ്പുരാൻ നിലനിർത്തി തരട്ടെ എന്നുള്ള മാത്രം ഒരു ആഗ്രഹം മാത്രമാണ്. ഇതൊരു പരസ്യപ്പെടുത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല. നിങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും കാലാകാലമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു WMOയുടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ റിലീഫ് സെൻ്ററിൽ ഞാൻ വിവരിക്കുന്നില്ല. അതൊക്കെ വിവരിക്കുകയാണെങ്കിൽ, ജമാൽക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വിവരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം എടുക്കും. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലുള്ള കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എയ്ഡഡ് സ്കൂളുകൾ, CBSE സ്കൂളുകളൊക്കെ 10,000-കണക്കിന് കുട്ടികൾ WMOയുടെ കീഴിൽ ഈ സമൂഹത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ച് പുറത്തിറങ്ങിയ ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ന് ഇന്ത്യയിലും വിദേശത്തും കേരളത്തിലും എല്ലായിടത്തും ജോലിയിലും കാര്യങ്ങളായി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അലുമിനി വിളിച്ചു കഴിഞ്ഞാൽ തന്നെ കോളേജിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ അലുമിനി വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിരവധി ഓഫീസർമാർ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി മാത്രം മറ്റൊരു താല്പര്യവും കൂടാതെ ഇതിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കമുള്ള എല്ലാ ആൾക്കാരും ഇതിനു വേണ്ടി വളരെയധികം സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹകരണം തുടർന്നും യാതൊരു മറ്റൊരു താല്പര്യവും കൂടാതെ സമൂഹത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഈ പ്രവൃത്തി ശ്ലാഘനീയമായി മുന്നോട്ട് പോകാനുള്ളതാവും. നമുക്ക് എല്ലാ സാന്നിധ്യവും ഇനിയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തി. അസ്സലാമു അലൈക്കും. ഞാൻ ഇബ്രാഹിം ദൈത്തുടി, ഈ റിലീഫ് സെൻ്ററിൻ്റെ മാനേജറാണ്. ഇവിടെ ദിവസം ഒരു 300ഓളം രോഗികൾ, 200ഓളം രോഗികൾ ഹോസ്പിറ്റലിലും 100ഓളം വരുന്ന ആളുകൾ ഇവിടെ രാവിലെ ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ മറ്റു പണികൾക്കൊന്നും പോകാൻ കഴിയാത്ത ആളുകൾ 300ഓളം ആളുകൾ ദിവസവും ഇവിടെ രാവിലത്തെ ഭക്ഷണത്തിന് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സേവനം എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്ലഡ് ഇല്ലാത്ത ആളുകൾക്ക് ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അനാഥകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കപ്പെടുന്നതിന് പലതരത്തിലുള്ള ആംബുലൻസ് സേവനം, അതുപോലെ മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ പോസ്റ്റ്മോർട്ടം യൂണിറ്റ് ബത്തേരിയിൽ ഫോറൻസിക് മാനന്തവാടി കഴിഞ്ഞാൽ പിന്നെ ബത്തേരിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറൻസിക് അതുപോലെ തന്നെ മറ്റ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇവിടുന്ന് കുളിപ്പിച്ച് ഇവിടുന്ന് മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത് വിട്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അനാഥ ബോഡികൾ എടുത്ത് നമ്മളിവിടെ കൈകാര്യം ചെയ്ത് എല്ലാ ജാതിമത വ്യത്യസ്തമായിട്ട് എല്ലാ ആളുകളെയും നമ്മളത് ചെയ്യുന്നുണ്ട്. അത് ചെയ്തുകൊണ്ട് ഇവിടുത്തെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഇവിടെ പൊതുമശാനത്തിൽ അടക്കാനുള്ള
സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ബത്തേരിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ പൂക്കോയത്തങ്ങൾ സൗധത്തിലെ ഉള്ളിലെ കാര്യങ്ങളും പ്രവർത്തന രീതികളൊക്കെ നമ്മളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം ഖാൻ്റെ കൂടെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഓഫീസുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ ബിൽഡിങ്ങിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഡൈനിങ് ഹാളാണ്. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ പ്രെയർ ഹാളാണ്. ആണുങ്ങൾക്ക് ഇവിടെ നമസ്കാരം കാര്യങ്ങൾക്കൊക്കെയുള്ള സംവിധാനമുണ്ട്. യാത്രക്കാർക്ക്, ഹോസ്പിറ്റലിലെ ആളുകൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കുന്നത് കൂടാതെ എന്നെ ഇവിടെ വല്ലാതെ ആകർഷിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണുള്ളത്. 24 മണിക്കൂറും ആംബുലൻസ് സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ജാതി, മതം, വർഗം, രാഷ്ട്രീയം, വർണ്ണം ഒന്നും നോക്കാണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ബോഡി ഏറ്റവും നല്ല രൂപത്തിൽ ക്ലീനാക്കി സംസ്കാരത്തിന് തയ്യാറാക്കുന്ന അതിവിപുലമായ ഒരു സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 3ഓളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ കയ്യൂന്നിൽ നിന്നുള്ള ഒരു സ്ത്രീ ഇവിടെ ഡയാലിസിൽ നിന്ന് പെട്ടെന്ന് മരിച്ചു. അതുപോലെ തന്നെ വിംസിൽ നിന്ന് ഡയാലിസ് ചെയ്ത രോഗികളെ, പിന്നെ ഇവിടെ തന്നെ അടുത്തുള്ള ഒരാൾ ഇന്നലെ മരിച്ചു അവരുണ്ട്. 3 ആളുകൾ ഇന്നലെ മാത്രം ഇവിടെ കൂടിയിരുന്നു. ഈ പരിസരത്തുള്ള ആളുകളൊക്കെ മരണപ്പെട്ടാൽ വീടുകളിൽ സൗകര്യമില്ലാത്തതുകൊണ്ടും മറ്റുള്ള ആളുകൾ, പിന്നെ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളെ ഇവിടുന്ന് കുളിപ്പിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. എല്ലാ വിഭാഗം ആളുകളെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ എല്ലാ ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ അത് അല്ലാതെ ഇവിടെ തന്നെ അനാഥകളായിട്ടുള്ള ആളുകൾ ദിവസത്തോളം ഇവിടെ ബോഡി ഇവിടെ വെക്കുന്ന സാഹചര്യം ഉണ്ടാവും. അവസാനം അവരെ പിന്നെ മണ്ണിൻ്റെ അടിയിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള നമ്മളുമായി ബന്ധപ്പെടും നമ്മളത് സംവിധാനം ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നൈറ്റ് എമർജൻസി ടീംസ് ഇതാണുള്ളത്. പാലിറ്റീവിൻ്റെ ഇത് ചെയ്യുന്നത് പിന്നെ PTH എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇവിടെയാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവരാണ് സ്പോൺസർ ചെയ്തത്. വാഹനം അവരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇവർക്ക് തന്നെ 150ഓളം രോഗികൾ ഇവരെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഈ പരിസരത്ത് മാത്രം ഉണ്ട്. രാത്രികാലങ്ങൾ അവരുടെ സേവനം, രാത്രികാലങ്ങളെന്നല്ല ഇപ്പോൾ എപ്പോഴും ഇവരുടെ സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ രോഗികളെ കൂട്ടിരിപ്പുകാർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. ആളുകൾക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം, പാത്രങ്ങൾ നിരത്തി. ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അതിവിപുലമായിട്ടുള്ളതും വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളതുമായ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാം. എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും ഭക്ഷണം കൊടുക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഡയാലിസിസ് രോഗികൾ ഇവിടെ ഒരു ഷിഫ്റ്റിൽ 10 ആളാണ് ചെയ്യുന്നത്. 3 ഷിഫ്റ്റാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ രാവിലത്തെ നമ്മൾ 10 ആളും അവരുടെ കൂടുതലുള്ള കൂട്ടിരിപ്പുകാരും അവർ നഴ്സുമാരും ഒക്കെ ആയിട്ട് 30 ആളും ആളുകൾക്ക് ഡയാലിസിൻ്റെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയാലിസുകാർക്ക് കഞ്ഞി പറ്റാത്തതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ചായയും കടിയും എന്തെങ്കിലുമൊക്കെ ഇട്ടിരിയോ അല്ലെങ്കിൽ പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കറികളും ദിവസവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രോഗികളെ കൂട്ടിരിപ്പുകാർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള പാത്രങ്ങളാണ് അവിടെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ രോഗികൾക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയും കൂടെ ഉള്ളവർ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ്. പാർസൽ കൊടുത്തോളൂ. കൂട്ടിരിപ്പുകാർ ഇവിടുന്ന് കഴിച്ചു. ഇവിടെ പിന്നെ കഞ്ഞി രാവിലെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് കഞ്ഞി കൊണ്ടുപോകുന്ന സാഹചര്യം. വേറെ ഹോസ്പിറ്റലിൽ അവിടെ ഈ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പൊടിയരി കഞ്ഞി അതുപോലെ തന്നെ മറ്റുള്ള കഞ്ഞികളൊക്കെ വേണമെങ്കിൽ ഇവിടെ രാവിലെ കിട്ടുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും രാവിലെ കഞ്ഞി കിട്ടുന്ന സാഹചര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രോഗികളുടെ കാര്യവും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നോമ്പ് കാലങ്ങളിൽ ഹോസ്പിറ്റലിൽ രാവിലെ നമ്മൾ ഭക്ഷണം, വൈകുന്നേരത്തെ എല്ലാവർക്കും നോമ്പ് തുറ കൊടുക്കുന്ന സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഹോസ്റ്റലുകൾക്ക് നിൽക്കുന്ന പിന്നെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അസംഷൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ആയുർവേദ ഹോസ്പിറ്റൽ,
മറ്റുള്ള ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടി 300ഓളം വരുന്ന ആളുകൾക്ക് നോമ്പ് തുറയും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇബ്രാഹിം ഖാ ഞങ്ങളെ കൊണ്ട് നടന്ന് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8 മണി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നല്ല ചൂടുള്ള കഞ്ഞി, അതേപോലെ ഒരു ഉപ്പേരി, അച്ചാറ്, പുഴുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടേബിളുമ്മ നിരത്തി ആളുകൾക്ക് വിതരണം തുടങ്ങി. അപ്പോൾ കോയക്കയും കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ പല സമയങ്ങളിലായിട്ട് വന്നിട്ടാണ് കഴിക്കുന്നത്. കൂട്ടത്തോടെ വരുന്ന 5ഉം 6ഉം 8ഉം 10ഉം ആളുകളൊക്കെ വരുന്നുണ്ട്. അതിന് പുറമെ 1ഉം 2ഉം 3ഉം ആളുകളൊക്കെ വരുന്നു. അവർ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം പാർസൽ കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ അവരും അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ കണ്ട ഇവിടുത്തെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മഞ്ഞ കളറിലുള്ള ടോക്കൺ ഇവർ ഇവിടെ ഒരു ബോക്സിൽ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഇവരുടെ ആളുകൾ, ഈ റിലീഫ് സെൻ്ററിലെ ആളുകൾ ഹോസ്പിറ്റലിൽ പോവുകയും അന്ന് അഡ്മിറ്റായിട്ടുള്ള എല്ലാ രോഗികളുടെ ബെഡിൽ പോയിട്ട് അവർക്കൊക്കെ ടോക്കൺ കൊടുക്കും, ഓരോ ടോക്കൺ. ആ ടോക്കൺ കൊണ്ടുവന്നിട്ട് വരുന്നവർക്കാണ് കഞ്ഞി ഇവിടെ നിർബന്ധമായിട്ടുണ്ടാവുക. ഇനി ടോക്കൺ ഇല്ലാണ്ട് വരുന്നവർക്കും കഞ്ഞി കൊടുക്കും, കാരണം അതിന് ശേഷമാണ് അഡ്മിറ്റ് ആവുന്നെങ്കിൽ അവർക്കും കഞ്ഞി കൊടുക്കും. ഈ ടോക്കൺ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ഏകദേശം കഞ്ഞിക്ക് വരും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഒരു കാരണവശാലും ഒരു സാധനം ആളുകൾക്ക് കുറയാതെയും പോവില്ല, കൂടിയിട്ടും പോവില്ല. ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ഉദാരമതികൾ സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൊടുക്കുന്ന പൈസ എല്ലാവരുടെ വയറുകളിലേക്കും എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സാധനം പോലും ഇവിടെ വേസ്റ്റ് ആവാണ്ട് ഇരിക്കാനുള്ള ഈ ഒരു നല്ലൊരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ആളുകളാണ് 5 പേര്. അവരാണ് ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവുകയും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ ടേബിളുമ്പോൾ നിരത്തിയിരുന്നു. ആ പാത്രങ്ങളിലേക്കാണ് ഈ ബക്കറ്റിൽ കൊണ്ടുവരുന്ന കഞ്ഞി വിളമ്പി കൊടുക്കുന്നത്. സ്വാദിഷ്ടമായ കഞ്ഞിയാട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, സൂപ്പർ. നമ്മൾ ഡ്രസ് ബാങ്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് പാവപ്പെട്ട ആളുകൾക്ക് ഡ്രസ്സ് കൊടുക്കുന്നതിന് ഇവിടെ സംവിധാനമുണ്ട്. അത് അതേ സമയങ്ങളിൽ വേണ്ട സാധനങ്ങൾ, നൈറ്റി ആണെങ്കിലും അതുപോലുള്ള മറ്റ് വസ്ത്രങ്ങളൊക്കെ ഇവിടെ യഥാസമം വിതരണം ചെയ്യാറുണ്ട്. വയനാട് ജില്ലയും അതുപോലെ നീലഗിരി ജില്ലയിലുള്ള പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാരടക്കം നിരവധി ആളുകൾ ദിവസവും വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. കാരണം മാനന്തവാടി ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ മറ്റ് സംവിധാനങ്ങൾ കൊണ്ട് ഇവിടെ സജ്ജമാകുന്നതുകൊണ്ട് കൂടുതൽ ആളുകളും ഇവിടേക്കാണ് എത്തിപ്പെടാറ്. പലപ്പോഴായിട്ടും അത്തരം ആളുകൾക്ക് ഒരു ആശാകേന്ദ്രമായിട്ടാണ് ഈ റിലീഫ് സെൻറ്റർ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സുൽത്താൻ ബത്തേരിക്കാരുടെ പ്രിയങ്കരനായിട്ടുള്ള മുഹമ്മദ് ഹാജി കക്കോടൻ എന്നുള്ള പേര് നമ്മൾ സുൽത്താൻ ബത്തേരിക്കാർക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഈ റിലീഫ് സെൻ്ററിൻ്റെ ട്രഷററും കൂടി ആയിട്ടുള്ള കക്കോടൻ സാഹിബ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ആളുകൾക്ക് കഞ്ഞിത ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള എല്ലാ ആളുകളും ഈ ഒരു സംരംഭമായിട്ട് സഹകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് ഒരു വൻ വിജയമാണ്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിൽ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ആളുകൾ സഹകരിക്കും എന്നാണ് കരുതുന്നത്. റിലീഫ് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മുകളിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ഒരാളായിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു ചെറിയ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് കെട്ടി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫണ്ടുകളൊക്കെ ഉദാരമതികൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട കക്കോടൻ മുഹമ്മദ് ഖാദർഖാൻ്റെ കയ്യിലും ഓരോരുത്തർ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നല്ലൊരിതാണ്. കാരണം എല്ലാവർക്കും ഇതൊരു സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി, ജാതി ഭേദമന്യേ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന സംവിധാനമാണ് റിലീഫ് സെൻറ്റർ സുൽത്താൻ ബത്തേരി. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായം അഭ്യർത്ഥിക്കുകയല്ല, എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇതുണ്ടാകണമെന്ന് മാത്രം ഒരു താല്പര്യപ്പെടുന്നു.
എൻ്റെ പേര് ശ്യാമള. പക്ഷേ ഞാനിവിടെ കുറച്ച് ദിവസമായി ഇവിടെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് കഞ്ഞി വാങ്ങലും പിന്നെ എൻ്റെ മോൾക്ക് സുഖമില്ലാതെയാണ് വന്നത്. പക്ഷെ എല്ലാ ദിവസവും ഇവിടുന്ന് ഒരുപാട് പേർക്ക് ഭക്ഷണങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് അജ്മൽ കളരിക്കണ്ടി. ഞാൻ സുൽത്താൻ ബത്തേരി സ്വദേശി തന്നെയാണ്. നമ്മളെ പൂക്കോയത്തങ്ങൾ സ്മാരക സൗധത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനും കൂടിയാണ്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ആയതാണ്. നിത്യേന രാവിലെ വന്ന് ഇവിടുന്ന് കഞ്ഞി വാങ്ങിക്കും. പിന്നെ ഇവിടുത്തെ എല്ലാ സേവനങ്ങളും നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണിപ്പോൾ. 100 കണക്കിന് ആളുകൾക്ക് നിത്യേന രാവിലെ ഭക്ഷണം, പിന്നെ രാത്രിയിൽ ഭക്ഷണം, ഒരുപാട് എല്ലാ സൗകര്യങ്ങളും. ബത്തേരിയിൽ ഇത്ര വലിയൊരു സേവനം ചെയ്യുന്ന വലിയൊരു കൂട്ടം യുവാക്കൾ ആണ് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത്. അതുപോലെ നമ്മളെ ബഹുമാനപ്പെട്ട ഖാദർ സാഹിബ്, പിന്നെ കക്കോടൻ മുഹമ്മദ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയൊരു സേവനം ചെയ്യുന്നൊരു സ്ഥാപനമാണിത്. ഇതുമായിട്ട് എല്ലാവരും സഹകരിക്കുക പരിപൂർണ്ണമായിട്ടും. അതാണിപ്പോൾ പറയാനുള്ളത്. ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പുറകിൽ ഇങ്ങനെ ആളുകൾ പിന്നെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് ആളുകൾ, എല്ലാവരും ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസ ഭേദമന്യേ എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. വലിയൊരു സേവനമാണിത് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ്. ഞാനിവിടെ റിലീഫ് സെൻ്ററിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായി. രാവിലെ ഒരു ദിനചര്യ എന്നുള്ള രീതിയിൽ രാവിലെ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടില്ല എങ്കിൽ ഒരു ദിവസം ക്ലിയർ ആവാത്തത് പോലെയാണ്. പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് കിട്ടാറ്. പിന്നെ എന്താ പറയുക, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത് ഈ ഒരു സംരംഭം ഇതിലുള്ളത്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്കും അതുപോലെ പല ആൾക്കാരും ഇതേപോലെ അരി, വെജിറ്റബിൾസ് അങ്ങനത്തെ ഐറ്റംസുകൾ കൊണ്ടുതരാറുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിനകത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളിലൊക്കെ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ സമയങ്ങളിലൊക്കെ വിവിധ ആയിരക്കണക്കിന് വീടുകളിൽ നിന്ന് ഇവിടെ ബിരിയാണി മറ്റ് വിഭവങ്ങൾ എത്തിച്ചുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ഹോസ്പിറ്റലിൽ കൂടി നിൽക്കുന്ന പിന്നെ രോഗികളും ആശ്രിതരും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവരൊക്കെ ഇവിടെ വന്ന് പിന്നെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാളിലും പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓണം, വിഷു കാല സമയങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ റിലീഫ് സെൻ്റർ മുഖാന്തരം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുക. മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇതേ സംഭവമുണ്ട്. കൽപ്പറ്റ കൈനാട്ടി പിന്നെ താലൂക്ക് ആശുപത്രിന് മുമ്പിലും ഇതേപോലെ റിലീഫ് സെൻ്ററുകൾ പ്രവർത്തിക്കുകയാണ്. WMOയുടെ ഈ സതുദ്യമം എന്നും വിജയിപ്പിക്കുമാറാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുലൈമാൻ. ഞാൻ ഏകദേശം 13ാമത്തെ വർഷമാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ സേവനം അനുഷ്ഠിക്കൽ തുടങ്ങിയിട്ട്. രാവിലെ 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 9 മണിയോടുകൂടെയാണ് തിരിച്ചു പോകുക. ഞങ്ങളെല്ലാം ഓരോ ജോലിയുള്ള ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും ഇവിടെ വന്നിട്ട് രാവിലത്തെ ഇവിടുത്തെ സേവനവും കഴിഞ്ഞ് മാത്രമേ തിരിച്ചു പോകാറുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള പല ആളുകളെ കൊണ്ടും വാഴക്കൊലയായിട്ടും ചേനയായിട്ടും പല സാധനങ്ങളായിട്ട് പലരും ഇവിടെ എത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അവരോട് പറയും, ഈ പിന്നെ കഞ്ഞി കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവരത് മനസ്സിലാക്കി പല സാധനങ്ങളും ഇവിടെ കൊണ്ടുതരും. പിന്നെ ക്യാഷ് തരേണ്ടവർ എന്തെങ്കിലും ക്യാഷ് അവരുടെ കയ്യിലുള്ള ക്യാഷ് തരും. അങ്ങനെയൊക്കെ ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഖാദർക്ക, മുഹമ്മദ് അവരെ പോലുള്ള ആളുകളാണ് ഈ സ്ഥാപനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർ ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇത് പല ഉദാരമതികളെ സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാപനം ഇനിയും
മുന്നോട്ട് പോകാൻ എല്ലാ പിന്തുണയും നമ്മളെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. WMS സംബന്ധിച്ച് മറ്റൊരു പ്രധാന വിഷയം പറയാനുള്ളത്, കഴിഞ്ഞ 2005 മുതൽ 2012 കോവിഡ് കാലം വരെ 15ഓളം സമൂഹ വിവാഹങ്ങൾ ഓരോ കൊല്ലം നടത്തി. ഓരോ വിവാഹത്തിലും നൂറുകണക്കിൽ യുവ മിഥുനങ്ങൾക്ക് മംഗല്യഭാഗം അണിയിക്കാൻ WMOക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജമാൽ സാഹിബിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷവും 2024 ഇപ്പോൾ 2025 മെയ് 21 സമൂഹ വിവാഹം നടക്കാൻ പോവുകയാണ്. സമൂഹത്തിലെ എല്ലാ ജാതി മതഭേദമില്ല എല്ലാ കുട്ടികൾക്കും മംഗല്യഭാഗം അണിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേവരെ ഈ 2025 കൂടി അത് 1500 വിവാഹത്തിലെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ആർക്കോ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് ബഹുമാനപ്പെട്ട ജമാൽക്കാക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കല്യാണത്തിന് നമ്മൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ എല്ലാവരും ഈ മെയ് 21 സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് WMOയുടെ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ ഈ 21 നടക്കുന്ന സമൂഹ വിവാഹത്തിലേക്ക് ഖാദർക്ക എന്നെയും ക്ഷണിച്ചു, എന്തായാലും പോകണം. സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിലെ ഈ ഭക്ഷണ വിതരണം നമ്മൾ സഹോദര സമുദായങ്ങൾക്ക് 5 മണിക്ക് അവർക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്കുള്ള ഭക്ഷണവും വിതരണം ചെയ്യും. അതേസമയത്ത് നോമ്പ് തുറക്ക് ഇവിടെ 6 മണിയോടുകൂടി സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുകളിലുള്ള ആൾക്കാർ ഇവിടെ 100-300 ആളുകൾ നോമ്പ് കൊടുക്കുന്ന സംവിധാനമാണ്. ഹോസ്പിറ്റലിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുള്ള നോമ്പ് തുറ അടക്കം ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ സംഭവം കാണാൻ വേണ്ടി ഒരുപാട് VIP-കൾ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. പാണക്കാട് തങ്ങന്മാരടക്കം കുഞ്ഞാലി സാഹിബ് അടക്കം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ബത്തേരി വരുമ്പോൾ റിലീഫ് സെൻ്ററിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവിടേക്ക് കയറി വരാറുണ്ട്. ഇപ്പോൾ റമദാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹോസ്റ്റലിൽ നമ്മുടെ വിവിധ ഹോസ്പിറ്റലുകളിലുള്ള ഹോസ്റ്റലിലൊക്കെ തങ്ങുന്ന പുറത്തുനിന്നുള്ള കുട്ടികൾക്കുള്ള നോമ്പ് തുറ വരെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. ഓരോ സമയത്ത് 6 മണിയാകുമ്പോഴേക്ക് എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നവന് യാതൊരു നിർവാഹമില്ലല്ലോ, അവന് പൈസ ഉണ്ടായിട്ടും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അവർക്കൊക്കെ നോമ്പ് തുറ അതാത് സമയത്ത് നമ്മൾ ഹോസ്റ്റലിലായാലും ഹോസ്പിറ്റലിലായാലും എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമുള്ള നിലവിലുള്ളത്. പിന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ പാവപ്പെട്ട രോഗികളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് അവർ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാണാം ഇവിടെ നമ്മളടുത്തൊക്കെ വന്നിട്ട് ഇതിൻ്റെ കൺവീനർക്ക് അക്കോടെ മുഹമ്മദ് സാഹിബാണ്. മുഹമ്മദ് സാഹിബ് എപ്പോഴും പമ്പിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നതാ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കഞ്ഞി പിടിച്ചിരിക്കുന്നത് എനിക്കൊരു ഒരു ധർമ്മം ഒരു സന്തോഷത്തിന് തരാമെന്ന് പറഞ്ഞിട്ട് പലരും വന്നിട്ട് പല രോഗികളുടെ ആൾക്കാർ ഒരു കൂട്ടിരിപ്പുകാരൊക്കെ വന്നിട്ട് സഹായം നമ്മൾ ചോദിക്കാതെ നൽകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഇവിടുത്തെ ഉദാരമതികളെ സഹായം കൊണ്ടാണ്. അതുപോലെ നമ്മളെ മഹല്ല് കമ്മിറ്റികൾ സുൽത്താൻ ബത്തേരി താലൂക്കിലെ 65 മഹല്ലിൽ അവരുടെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളെ ഇതിന് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, ഞാൻ എല്ലാവരും ഒരുപാട് പേരുകൾ പറയുന്നത് ഇപ്പോൾ തന്നെ ശ്രദ്ധാസായും കോയ അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഈ സംഗതി പറയാൻ തന്നെ ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം നമ്മുടെ WMOയുടെ ഒരു ഏറ്റവും വലിയ പ്രസ്റ്റീജ് സ്ഥാപനമായിട്ട് നിലകൊള്ളുകയാണ്, മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട്. അത് ദൈവം നിലനിർത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമസ്കാരം, അസ്സലാമു അലൈക്കും. സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റിലീഫ് സെൻ്റർ എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കൽ തുടങ്ങിയിട്ട് ഏറ്റവും തുടക്കം കുറിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007 അന്ന് മുതലേ ഇതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ മറ്റ് താലൂക്കിലെ വിവിധ പള്ളികളിലും എല്ലാ കമ്മിറ്റി അംഗങ്ങളും ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ചെറിയൊരു പ്രവർത്തനം മേൽക്കമ്മിറ്റി പറയുമ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. എനിക്ക് അനുഭവം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ പരിസരത്ത് നല്ലൊരു ഹോട്ടലോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ രോഗി അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അഡ്മിറ്റ് ആവുന്ന കൂട്ടത്തിൽ 1-2 ആളുണ്ടാവും. ഒരു ചായ കുടിക്കണോ ഒരു വെള്ളം കുടിക്കണമെങ്കിലോ വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഈ ചുറ്റുഭാഗത്തുള്ളൂ. ആയതുകൊണ്ട് ഈ റിലീഫ് സെൻ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായ സ്ഥലമാണ്. എനി ടൈം ചുടുവെള്ളം അത് ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്ന KMC സ്പോൺസർ ചെയ്ത 24 മണിക്കൂറും ചുടുവെള്ളം ഇവിടെ സംവിധാനമുണ്ട്. അതിലുപരി നമ്മുടെ ഗവൺമെൻറ് സ്റ്റാഫുകളും എല്ലാവരും ഇവിടെ വന്നാൽ
പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ പാട്ടവേൽ, ബിദിരിക്കാട്, ഗൂഡല്ലൂർ താലൂക്കിൽ നിന്ന് വരുന്ന രോഗികളും പെട്ടെന്ന് വന്ന് അഡ്മിറ്റാകുമ്പോൾ അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ ഏകദേശം 4ഓളം സ്ഥിരമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. അതിലുപരി ദിവസം രാവിലെ 7:30 മുതൽ 8:30 മണി വരെ ഈ കഞ്ഞി കൊടുക്കുവാനും അതുവേണ്ടി ഈ ചുറ്റുഭാഗത്തുള്ള യുവാക്കൾ ഒരു രൂപ പോലും പ്രതിഫലപ്പെട്ട സേവനമനുഷ്ഠിച്ചുകൊണ്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്കിതിൻ്റെ അനുഭവം. എന്തായാലും ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് വയനാട് ജില്ലയിൽ തന്നെ ഇതുപോലത്തെ ഒരു സംവിധാനം വേറെ എവിടെയുമില്ല. നമ്മൾ പല സമയം ഇവിടെ വരുന്നവരും, കാരണം പല ആൾക്കാരും ഇതിലേക്ക് കഞ്ഞി കൊടുക്കാൻ ഓരോ കല്യാണം കഴിക്കുമ്പോഴോ കല്യാണത്തിൻ്റെ ആമുഖമായോ അല്ലെങ്കിൽ തക്കാരം നടത്തുമ്പോൾ നമ്മളെ പരിചയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വന്ന് ഒരു ദിവസത്തെ കഞ്ഞി നമുക്ക് ആ പാവപ്പെട്ടിട്ട് കൊടുക്കുക. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 80-85% വരെ ഗോത്രവർഗ്ഗക്കാരാണ് ഇവിടെ ഈ ഭക്ഷണം, ഈ കഞ്ഞിക്കും മറ്റും ആശ്രയിച്ച് ഇവിടെ വരുന്നത്. അത് നല്ല രീതിയിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റും ഇവിടുത്തെ സ്റ്റാഫുകളും അവരെ വന്ന് ഇരുത്തി അവർക്ക് വേണ്ട വരുന്നവർക്ക് കഞ്ഞി കൊടുക്കുകയും അഡ്മിറ്റായവർക്ക് പാത്രം കൊണ്ടുവന്നവർക്ക് അവർ കഞ്ഞി കൊടുക്കുന്ന രംഗങ്ങളും പല അവസരത്തിലും കാണാൻ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കരടിപ്പാറകൾ 1-2 സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്. അവിടെ ഒരു വെള്ളം കിട്ടാമെന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ആ റിലീഫ് സെൻ്ററിൽ ചെല്ലുമ്പോൾ ആ കഞ്ഞിയും അവരെ കമ്മിയും തരുമ്പോൾ അവരെ പെരുമാറ്റവും അത് കുടിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആരോടോ ഉദാര മനസ്സുകളൊക്കെ കൊണ്ട് സംഭാവന ഉണ്ടായത് പോകുന്നത്, ആരാണിതിന് കൊടുക്കുന്നത് ആരാണെന്ന് വരെ അറിയില്ല. പക്ഷേ വരുന്ന ദിവസം 350-400 ആൾക്കാർക്ക് ഇവിടെ കഞ്ഞിയും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അതിനൊരു ദൈവത്തോട് നമുക്ക് പ്രത്യേകം നന്ദിയും കടപ്പാടും ഇത് മേൽനോട്ടം ചെയ്യുന്ന ഇതിൻ്റെ നേതൃത്വത്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞാൻ മൊയ്തീൻ കോയ ചുള്ളിയോട്. ഞാൻ ഈ സ്ഥാപനത്തിൽ സദ്ദാംക, അതായത് കുഞ്ഞു മുഹമ്മദ് കരടിപ്പാറ എന്ന ആളുടെ കൂടെയാണ് ഇവിടെ ഈ സ്ഥാപനം പരിചയപ്പെടുന്നത്. WMO മുട്ടിൽ എത്തീങ്കാനയുടെ കീഴിൽ പൂക്കോയത്തങ്ങൾ സൗദം റിലീഫ് സെൻ്ററിൻ്റെ പാവപ്പെട്ട രോഗികളായ ആളുകൾക്കും കുട്ടിയിരിപ്പുകാർക്കും തണലേകുന്ന, സ്വാതന്ത്ര്യമേകുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ റിലീഫ് സെൻ്ററിൽ തുടക്കം മുതലേ ഉള്ള ഒരാളാണ്. കിച്ചണിൽ കുക്കിങ്ങിൻ്റെ പരിപാടി 14 കൊല്ലമാണ്. തുടക്കത്തിലേ ഉണ്ട്, സ്ഥിരമായിട്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പോകുന്നു.